ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ രീതിയിലുള്ളൊരു കോവയ്ക്ക കറിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അത് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം കോവയ്ക്ക നല്ല നൈസാക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് 2 നല്ല പഴുത്ത തക്കാളി, ചെറിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 2 3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ. അപ്പോൾ ഈ കോവയ്ക്ക അങ്ങനെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ ഇത് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പം ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടിയോ അല്ലെങ്കിൽ കൽച്ചട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ രുചി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച മയക്കി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മയക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിതിലുണ്ടാക്കിയപ്പോൾ കുറേ കാലം ഉപയോഗിച്ച ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പുതിയ ചട്ടിയുടെ ആ ഒരു മണോ ഒരു ടേസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ സവാള, അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നിറച്ച് അല്ലെങ്കിൽ ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കണം. ഞാൻ ഈ സമയത്ത് മല്ലിപ്പൊടി ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് പിന്നീടാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് കോവയ്ക്ക ഇതിൻ്റെ കൂടെ ചേർക്കരുത് കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഞാനിതിൽ ചേർക്കുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതോട് കൂടി തന്നെ ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ടത് എല്ലാം കൂടിയിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഒരു യോജിപ്പ് കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം മുളക് ചേർത്തിട്ടുള്ള എന്തെങ്കിലും നമ്മളിങ്ങനെ കൈകൊണ്ട് തിരുമ്മിയെടുക്കുമ്പോൾ കൈ നീറും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി, കൈ നീറൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ അതിൽ കൈ നീറാൻ മാത്രമുള്ള മുളകൊന്നും ചേർത്തിട്ടില്ല, 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പുളിയാണ് ഒഴിക്കേണ്ടത്. വാളൻ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത് കുതിർത്തി വെച്ചിട്ട് അത് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചോ കൂട്ടിയോ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പുളിക്കനുസരിച്ച് പുളി അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഈ കറിയിൽ കുറച്ച് പുളി നന്നായിട്ട് ചേർക്കണം. തക്കാളിയുടെ പുളിയല്ല, ഈ വാളൻ പുളിയുടെ പുളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കത്തക്ക വിധത്തിൽ പുളി ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. പിടിക്കണക്കിന് പറയുകയാണെങ്കിൽ 2 വലിയ പിടി നാളികേരം കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി നമ്മൾ വെജിറ്റബിളിൻ്റെ കൂടെ ചേർത്തിട്ടില്ല, നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുക്കണം. ഒരു 1 അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് ഇപ്പോൾ കാശ്മീരി ചില്ലിയും കുറച്ച് എരിവുള്ളതും കൂടി ചേർത്തിട്ടാണ് ഇത്ര അധികം ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു 7-8 ചെറിയ ഉള്ളി അരച്ചെടുക്കുക. ചെറിയ ഉള്ളി അവസാനമേ ചേർക്കാവൂ. ഇപ്പം ഞാനിങ്ങനെ ചേർത്ത പോലെ മാത്രമേ ചേർക്കാവൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വല്ലാതെ മിനുസായിട്ട് അരയ്ക്കണ്ട കേട്ടോ ചെറിയ ഉള്ളി. ഇനി ഈ അരപ്പ് ഉള്ളിയും തക്കാളിയൊക്കെ തിരുമ്മി വെച്ച ചട്ടിയിലേക്ക് ഒഴിക്കാം. ആ മിക്സറെ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക. ഈ സമയത്ത് പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളി ഒഴിക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ വാളൻ പുളിയുടെ നല്ല ടേസ്റ്റാണ് ഈ കറിയുടെ ആ ഒരു രുചി തന്നെ. എന്ന് വെച്ചിട്ട് പുളി കൂടി പോകുകയും ചെയ്യരുത് കേട്ടോ, പാകത്തിന് തന്നെ പാടുള്ളൂ. കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് തിള വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആ കോവയ്ക്ക കൂടി ചേർത്തിട്ട് നന്നായി തിളച്ചതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതൊരു 10 മിനിറ്റ് വേവിക്കുക, അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇതാ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. കോവയ്ക്കൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തിങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഓവർ കുക്ക് ചെയ്യണ്ട. ഗ്രേവി ഒന്ന് കുറുകിയ പരുവത്തിലായിരിക്കും ഈ കറി ടേസ്റ്റ് ഉണ്ടാവുക. അത് കാരണം ഇത് കുറേ വെള്ളം ഒഴിക്കരുത് ഇതിൽ. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പാകം. ഇപ്പോൾ കൺസിസ്റ്റൻസിയൊക്കെ ഇതിൻ്റെ കറക്റ്റായിട്ടുണ്ട്. ഇത് ചട്ടിയിലാവുക കാരണം ഇരുന്നാൽ ഇതൊന്നും കൂടി കുറുകും. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി. ഇതിലേക്കുള്ള വറവിടാം. അതിന് വേണ്ടിയിട്ട് പാനിൽ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക.
വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഇതിൽ കടുക് ചേർക്കില്ല കേട്ടോ. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 7-8 ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കുക. അതിൻ്റെ കൂടെ ഒരു പിടി കറിവേപ്പില കൂടി ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് കറിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു നാടൻ കോവയ്ക്ക കറി റെഡി ആയിരിക്കണു. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്